ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോയുടെ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് നമ്മളുടെ വീഡിയോയിലെ കണ്ടൻറ് എന്നുള്ളത്. നമ്മൾ അമ്മമാർക്ക് ഈ ഒരു പരുവത്തിലുള്ള കുഞ്ഞുങ്ങളുടെ മാറ്റങ്ങളും അതുപോലെ തന്നെ ഇവർക്കുണ്ടാവുന്ന ഓരോരോ ചേഞ്ചസൊക്കെ എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ തന്നെ ആണോ എല്ലാ കുഞ്ഞുങ്ങളിലും ഉണ്ടാവുന്നതെന്നൊക്കെയുള്ള ഡൗട്ടുകൾ എപ്പോഴും ഉണ്ടാകും. അതിപ്പം ന്യൂ മദേഴ്സ് ആണെങ്കിലും അല്ലെങ്കിലും നമുക്ക് ഈ ഒരു ഡൗട്ടുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് ഒരു കുഞ്ഞുണ്ടായി ഒരു 4-5 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ നമ്മൾ ആദ്യത്തെ ആളുടെ കാര്യങ്ങളെല്ലാം ഏകദേശം എന്തായിരുന്നെന്നൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും ഈ ഒരു കുഞ്ഞിൻ്റെ കാര്യത്തിൽ അയ്യോ ഇതിങ്ങനെയാണോ എൻ്റെ കുഞ്ഞ് കാണിക്കുന്നത്, ഇതുപോലെ തന്നെ ആയിരിക്കുമോ എല്ലാ മക്കളും കാണിക്കുന്നത് എന്നൊക്കെയുള്ള ഡൗട്ടുകൾ നമുക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അപ്പം ന്യൂ മദേഴ്സ് ആണെങ്കിലും അല്ലാതെ സാധാരണ നമ്മൾ എല്ലാ ന്യൂ ബോൺ ബേബീസിൻ്റെ അമ്മമാർക്കും ഉണ്ടാകുന്ന കുറച്ച് സംശയങ്ങളും അതുപോലെ തന്നെ അവരിലുണ്ടാകുന്ന മാറ്റങ്ങളും ഒക്കെ എന്തെല്ലാമാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന ഒരു കൊച്ചു വീഡിയോ ആണ്. അപ്പം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ മെയിനായിട്ട് പറയുന്നത് ഒരു 2 മാസം മുതൽ 3 മാസത്തിലേക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെയാണ്. ഇപ്പം എൻ്റെ മോനിപ്പം 3 മാസം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വീഡിയോ കുറച്ചൊന്ന് വൈകിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു സമയത്ത് നമ്മളുടെ കുഞ്ഞുങ്ങളിൽ നോർമലായിട്ട് നടക്കുന്ന കുറച്ച് ചേഞ്ചസ് എല്ലാം ഉണ്ട്. അപ്പം അതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പം ഒരു 2 മാസം മുതലൊക്കെയാണ് നമ്മളുടെ കുഞ്ഞുവാവകൾ നമ്മളെ അമ്മമാരെയൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞ് തുടങ്ങുന്നത്. അതുപോലെ തന്നെ അവർക്ക് നമ്മളുടെ സൗണ്ട് എല്ലാം തിരിച്ചറിയാനായിട്ട് തുടങ്ങാം ഈ ഒരു ടൈം ആകുമ്പോൾ. പിന്നെ നമ്മളുടെ കുഞ്ഞുവാവകൾ ഏകദേശം ഒന്ന് 2-2.5 മാസമൊക്കെ ആകുമ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു ടോയ്സൊക്കെ അവരുടെ കയ്യിൽ കൊടുക്കുന്ന സമയത്ത് ഒന്ന് ഹോൾഡ് ചെയ്യാനും ഒക്കെ ശ്രമിക്കും. ആദ്യത്തെ ഒരു 1 മന്ത് എന്ന് പറയുന്നത് അവർ ഒന്നിനോടും ഒരുപാട് പ്രതികരിക്കാത്ത ആ ഒരു രീതിയിലായിരിക്കും അവരുടെ ഇതുണ്ടാവുന്നത്. പ്രത്യേകിച്ച് വേറുള്ള സൗണ്ടുകളൊന്നും ഉണ്ടാക്കത്തില്ല. അവർ കരയാൻ വേണ്ടി മാത്രമേ വാ തുറക്കുള്ളൂ. അപ്പം 2 മാസം മുതൽ നമ്മുടെ കുഞ്ഞുവാവകൾ വേറുള്ള ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കി തുടങ്ങും. മെയിനായിട്ട് ഈ ഒരു ടൈമിൽ വായിൽ വിരൽ വെച്ച് തുടങ്ങും കേട്ടോ. എല്ലാ കുഞ്ഞുങ്ങളിലും നോർമലായിട്ടുണ്ടാകുന്ന ഒരു ടെൻഡൻസിയാണത്. കുഞ്ഞിൽ ചിലപ്പം ആദ്യമൊന്നും വായിൽ വിരലൊന്നും ഇടാത്ത കുഞ്ഞായിരിക്കും. ഒരു 2 മാസമൊക്കെ കഴിയുമ്പോൾ ഇതുപോലെ വിരലുകൾ വായിലേക്ക് കയറ്റും. ഒരു വിരലാവണമെന്നില്ല, ചിലപ്പം ഒരു 3-4 വിരലെല്ലാം ഒന്നിച്ച് വായിൽ വെച്ചിട്ട് അവർ ഇങ്ങനെ സൗണ്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ തുപ്പൽ വെച്ചിട്ട് ഒരുപാട് ഇങ്ങനെ തുപ്പൽ പതപ്പിച്ചിട്ട് അവരിങ്ങനെ പുറത്തോട്ട് തന്നുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെയെല്ലാം തുപ്പലൊക്കെ പതപ്പിക്കുന്ന കാണുമ്പോൾ നമ്മൾ ചോദിക്കും, അയ്യോ ഇതെന്താണ് കുഞ്ഞിങ്ങനെ എപ്പോഴും തുപ്പൽ ഇങ്ങനെ വായിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നെല്ലാം വിചാരിക്കും. അതെല്ലാം അവരുടെ മോട്ടോർ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. വായിൽ വിരൽ വയ്ക്കുമ്പോൾ നമ്മൾ കൈ പിടിച്ച് മാറ്റേണ്ട ഒന്നും ആവശ്യമില്ല. അവർക്ക് അത് അവരുടെ ആ ഒരു ടൈമിൽ മാത്രം സംഭവിക്കുന്നൊരു കാര്യമാണ്. ഒരുപാട് വലുതാകും തോറും നമ്മളത് അവരൊരു ശീലമാക്കി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ മാത്രം മാറ്റി കൊടുത്താൽ മതിയാവും. പിന്നെ മെയിനായിട്ട് ഈ ഒരു സമയത്ത് അവർ നമ്മൾ എപ്പോഴും കാണുന്ന ആളുകളെ നല്ല രീതിയിൽ തിരിച്ചറിയാനായിട്ട് തുടങ്ങും. ഇപ്പം നമ്മൾ അമ്മമാരെ ആണെങ്കിലും അച്ഛന്മാരെ ആണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് അവർക്ക് ചേട്ടനോ അനിയനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെയെല്ലാം നമ്മൾ സ്ഥിരം കാണുന്ന ആളുകളെ നന്നായിട്ട് അവർ തിരിച്ചറിയും. നമ്മൾ ചിരിക്കുമ്പം തിരിച്ച് ചിരിക്കും. അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുമ്പം എന്തെങ്കിലുമൊക്കെ സൗണ്ട് ഉണ്ടാക്കി നമ്മളോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കും. അതൊക്കെ നോർമലായിട്ടുള്ള കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്നൊരു മാറ്റമാണ്. അപ്പം ആദ്യത്തെ ഒരു 1 മന്ത് അവർ പ്രത്യേകിച്ച് ഒന്നിലോടും പ്രതികരിക്കത്തില്ല. ഈ ഒരു സമയത്താണ് ഇങ്ങനെയുള്ള ആ ഒരു റിയാക്ഷൻസൊക്കെ കാണിച്ചു തുടങ്ങുന്നത്. ഇവൻ നല്ല രീതിയിൽ ചിരിക്കുമായിരുന്നു. ഒരു 2 മാസമൊക്കെ ആകാനായി തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ചിരിക്കുമ്പോൾ നന്നായിട്ട് ചിരിക്കുകയും നമ്മളെ നോക്കി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യും. ഇവരുടെ കണ്ണിൻ്റെ കാഴ്ചശക്തിയൊക്കെ കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ് ആയിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സൊക്കെ കാണിക്കുമ്പം ഒരു അത്യാവശ്യം നല്ല രീതിയിൽ അതിനോട് പ്രതികരിക്കുന്ന ഒരു ടൈമൊക്കെയാണിത്. അപ്പം നോർമലായിട്ട് മിക്ക കുഞ്ഞുങ്ങൾക്കും ഈ ഒരു സമയത്ത് ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. പിന്നെ ഒന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അവർ കമന്ന് വീഴാനായിട്ട് ശ്രമിക്കുന്നത് ഒരു 3 മാസം മുതലാണ്. 3 മാസം ആയി അതിന് ശേഷം 3 മാസത്തിനൊക്കെ ശേഷം അവർ ചരിഞ്ഞ് വന്ന് കമന്ന് വീഴാനായിട്ടുള്ള ടെൻഡൻസി എല്ലാം കൂടുതൽ കാണിക്കും. ചില കുഞ്ഞുങ്ങൾ 4 മാസം ആകുമ്പോഴൊക്കെ ആയിരിക്കും കമന്ന് വീഴുന്നത്. ഇവൻ്റെ കാര്യത്തിൽ ഒരു 3 മാസം ഒരാഴ്ചയെല്ലാം ആയപ്പോൾ തന്നെ കമന്ന് വീണിട്ടൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ കുഞ്ഞുങ്ങളുടെയും കേസിൽ 3 മാസം തന്നെയൊന്നും കമന്ന് വീഴത്തില്ല. ചിലർ ട്രൈ ചെയ്ത് ഒരുപാട് സമയമെടുക്കും കമന്ന് വരാനൊക്കെ വേണ്ടിയിട്ട്. അപ്പം അവരിങ്ങനെ കമന്ന് വരുന്ന ടൈമിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തൊക്കെ കൊടുത്താൽ പെട്ടെന്നാവുകയും ചെയ്യും. പിന്നെ ഈ ഒരു ടൈമിൽ നമ്മളുടെ കുഞ്ഞുങ്ങൾ അത്യാവശ്യം ബ്രൈറ്റായിട്ടുള്ള കളറുകളോടൊക്കെ പ്രതികരിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇവൻ കാണിക്കുന്ന കണ്ടില്ലേ, നമ്മൾ ടോയ്സൊക്കെ കാണിക്കുന്ന സമയത്ത് അതിലേക്ക് നോക്കുകയും ഒന്ന് തൊടാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തോ കളിക്കുന്നതാണെന്നൊക്കെ അവർക്ക് മനസ്സിലാവും. ഈ ഒരു ടൈമിൽ തന്നെ അവരെ ഒന്ന് കളിക്കാനൊക്കെ ആയിട്ടുള്ള ശ്രമം നടത്തി തുടങ്ങും. അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന സൗണ്ടുകളെല്ലാം ശ്രദ്ധിക്കും. സൗണ്ട് ഓഫാക്കുമ്പോൾ കരയും. അപ്പം നമുക്ക് മനസ്സിലാവുമല്ലോ ആ സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അനങ്ങാതെ കിടക്കുന്നതെന്നുള്ളത്.
പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 2 മാസമൊക്കെ ആകുന്ന ടൈമിൽ നമ്മളിങ്ങനെ കുഞ്ഞുങ്ങളെ ടമ്മി ടൈമൊക്കെ കൊടുക്കുമ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ തലയൊക്കെ ഒന്ന് പൊക്കി പിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം അവർക്ക് തല പൊക്കി പിടിക്കാനൊക്കെ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു തോളിൻ്റെ മസിലും എല്ലും എല്ലാം ഒന്ന് ബലം വെച്ച് തുടങ്ങുന്നുണ്ടെന്നാണ് അതിൻ്റെ ഒരു മീനിങ്. അപ്പം അവരങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ നമുക്ക് ചുമ്മാ കമത്തിയൊക്കെ കിടത്തി നോക്കാം. അതുപോലെ തന്നെ തോളോട് ചേർത്തിട്ട് നമ്മളിങ്ങനെ ബാക്കിൽ സപ്പോർട്ട് കൊടുത്തിട്ട് എടുക്കാം. അപ്പോൾ അവരിങ്ങനെ തല ബലം പിടിച്ച് നമ്മൾ എവിടെയും തൊടാത്ത രീതിയിൽ തല ഇങ്ങനെ ഒന്ന് ബലം കൊടുത്ത് അവർ പൊക്കി പിടിക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെയെല്ലാം വന്ന് കഴിയുമ്പോഴാണ് അവർ കമന്ന് വീഴാനായിട്ടുള്ള ടെൻഡൻസി എല്ലാം കൂടുതൽ കാണിക്കത്തുള്ളൂ. അപ്പോൾ 3 മാസമൊക്കെ ആകാറായപ്പോൾ ഇതുപോലെ മോൻ കിടന്ന് വിഷമിക്കുമായിരുന്നു. കമന്ന് വീഴാനായിട്ട് ശ്രമിച്ചിട്ട് കമന്ന് വീഴാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ കിടന്ന് കരയുകയൊക്കെ ചെയ്യും. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ കാല് കൊണ്ടൊന്ന് പിടിച്ചിട്ടൊന്ന് ഇപ്പുറത്തോട്ടാക്കി കൊടുക്കുകയോ കൈ വെച്ചിട്ടൊന്ന് സപ്പോർട്ടാക്കി ഒന്ന് കമത്തി ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഈ ഒരു രീതിയിൽ വന്നിട്ട് പറ്റാതെ വരുമ്പം വീണ്ടും അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പം അവരെ കൊണ്ടത് സാധിക്കും. അപ്പം ഇത് കണ്ടില്ലേ, ഇതുപോലെ കിടന്ന് കാണിച്ചതിന് ശേഷമാണ് കമന്നൊക്കെ വീഴാനായിട്ട് തന്നെ ഒരുപാട് ടൈം കമന്ന് വീഴാനായിട്ടൊക്കെ അവർ പഠിച്ചു വരുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് 2 തൊട്ട് 3 മാസം വരെയുള്ള ആ ഒരു ടൈമിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു 3 മാസം, ഏകദേശം 3 മാസം ഒരാഴ്ചയെല്ലാം ആയപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഒരുപാട് അങ്ങ് സ്ട്രെയിൻ ചെയ്യാത്ത രീതിയിൽ കമന്നങ്ങ് വീഴാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ അങ്ങ് കമന്ന് തുടങ്ങും. പിന്നെ ഇതേ രീതിയിൽ തന്നെ അവരങ്ങ് റിട്ടേൺ അടിക്കും കേട്ടോ പുറകോട്ട്. കമന്ന് വീണിട്ട് തിരിച്ച് നേരെ മലന്ന് കിടക്കാനായിട്ടുള്ള ശ്രമവും നടത്തും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പം വീണ്ടും ഒത്തിരി ടൈം ആകുമ്പം അവരതിനോട് ഓക്കെ ആവും. പിന്നെ നോർമലായിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങളിലും ഇതൊക്കെ ഇതേപോലെ കൃത്യ ടൈമിൽ തന്നെ നടക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. ചിലർക്ക് ഈ ഒരു ടൈമിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഇതുപോലെ തന്നെ വരും. ചില കുഞ്ഞുങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എപ്പോഴും ഒരു ഡിലേ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പം അതൊന്നും ഒരു കുഴപ്പം ഉണ്ടായിട്ടായിരിക്കത്തില്ല. അവർ ചെയ്യാനായിട്ട് കുറച്ച് വൈകുന്നതുകൊണ്ട് മാത്രമായിരിക്കും കാണിക്കുന്നതെന്നൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കുന്നു. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. ഡൗട്ടുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിലും കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പം വീണ്ടും ഇതേപോലുള്ള കുഞ്ഞു വീഡിയോസായിട്ട് ഇനിയും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.